ഹലോ ഗായ്സ്, നമസ്കാരം. ഹിൽ കാച്ചറിൻ്റെ മറ്റൊരു കിണ്ണം കാഴ്ചയെ കുത്തിപ്പിക്കുന്ന അടിപൊളി കീട്ടുകാഴ്ച വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരളത്തിൽ എല്ലായിടത്തും ബലിപെരുന്നാളിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ പെരുന്നാളിൻ്റെ ആഘോഷങ്ങളിൽ എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെയിനായിട്ടുള്ളൊരു മാറ്റർ എന്ന് പറയുന്നത് ഫുഡാണ്. ഫുഡ് മുഖ്യം ബിരിയാണി. അപ്പോൾ ഒന്നാമത്തെ ദിവസം എന്ന് പറയുന്നത് കോമൺ ആയിട്ട് മലബാർ ഏരിയകളിൽ ബിരിയാണി കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂടും, ഒരുപാട് ഐറ്റംസുകളും കാര്യങ്ങളുണ്ടാവും. രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫിനാണ്. ചിക്കൻ വലിയ പ്രാധാന്യമില്ല. രണ്ടാമത്തെ ദിവസം ബലിപെരുന്നാളാണ്, രണ്ടാമത്തെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ബീഫിനാണ് ഇമ്പോർട്ടൻറ്റ്. ബീഫാണ് ഇവിടെ രാജാവ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു മലബാർ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ്, ഒഫീഷ്യലായിട്ട് പ്രൊഫഷണൽസ് വെച്ചുണ്ടാക്കിയ ഫുഡാണ് ഞാൻ നിങ്ങളിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത്. പ്രൊഫഷണൽ എന്ന് ഉദ്ദേശിച്ചത് വേറെ അറിയില്ല, അതിൻ്റെ ഉമ്മാനെ തന്നെയാണ്. മനസ്സും വയറും എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഐറ്റംസുകളൊന്നും വേണമെന്നില്ല. ഉള്ള കറികൾ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വയറ് നിറഞ്ഞതായിരുന്നു നമുക്കൊരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു മനസ്സുഖം കിട്ടാനുണ്ട്. അത് അനുഭവിച്ച് തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടും വീടും വിട്ട് നിൽക്കുന്നവർക്കൊക്കെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നന്നായിട്ട് അറിയാം. അപ്പോൾ ഞാൻ പറയുന്നത് നല്ല അടിപൊളി നാടൻ ചോറും നല്ല ഞെരിപ്പ് ബീഫും കൂടെ നല്ല അടിപൊളി മോരുകറി. മോരുകറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തെക്കൻ കേരളത്തിലുള്ള ഒരു പുളിശ്ശേരിയോട് സാമ്യമുള്ള സാധനമാണ്. പക്ഷേ അതിൽ നിന്ന് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. രണ്ടും നമ്മൾ പൈനാപ്പിൾ കാര്യങ്ങളൊക്കെ ഇടും. അതൊരു മധുരത്തിൻ്റെ ഒരു ചോയാണ്. പക്ഷേ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതിന് പ്രത്യേക ടേസ്റ്റിലെന്ന് മാത്രമല്ല, അത് ബീഫിൻ്റെ കൂടെ നാടൻ ചോറും പപ്പടവും നല്ല അടിപൊളി അച്ചാറാക്കണമെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, വേറെ ഒന്നും വേണമെന്നില്ല. അപ്പോൾ അടിപൊളി കിണ്ണം കാച്ചി വായിൽ ഇങ്ങനെ കപ്പലോടിക്കാൻ നിൽക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നഷ്ടങ്ങളൊന്നും ഇല്ലാതെ കഷ്ടപ്പെടാതെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നൈസായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ പിന്നെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അടിച്ച് കയറി വാ മക്കളെ.